ഓരോ വർഷവും കൃത്യമായിട്ട് ഇടവേളകളില്ലാതെ നമ്മൾ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ പാപമോചനം നൽകി തരുവാൻ അതിന് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ കാര്യം പോയിട്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലവും പൂർവ്വ പിതാക്കന്മാരുടെ കാലവും എടുത്തു നോക്കുകയും അവരും ഈ ദുഃഖവെള്ളിയും ഈസ്റ്ററും മറ്റു വിധമായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും എല്ലാ വർഷവും ആഘോഷിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ അവരുടെ പിന്തുടർച്ചാവകാശികളാണ്. പക്ഷെ അവർക്കും പാപമോചനം കിട്ടിയില്ല. അപ്പോൾ നോക്ക് പ്രിയരെ, എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധ്വാനിക്കുന്നത്? ഞാൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ ദേശത്ത് ഘോഷിക്കുമ്പോൾ, എൻ്റെ പേര് വിജയ ഗോപാൽ എന്നാണ്. ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ചവനാണ്. ദൈവകൃപയാലും ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ സ്വർഗസ്വനായിരിക്കുന്ന ദൈവം എൻ്റെ പേര് കണ്ടെത്തിയിരുന്നതിനാലും ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഞങ്ങളും പാരമ്പര്യപ്രകാരമായിട്ട് പോകാത്ത ക്ഷേത്രങ്ങളില്ല, ഓടാത്ത അല്ലെങ്കിൽ എന്താണ് തീർത്ഥാടന സ്ഥലങ്ങൾ വളരെ കുറവാണ്. പണമില്ലെങ്കിലും ഞങ്ങളുടെ പുരോഹിതന്മാര് പറഞ്ഞതിനൊത്തവണ്ണം ശത്രുസംഹാര പൂജകളും അനവധിയായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വാവുകളും എല്ലാം ഞങ്ങളും ഘോഷിച്ചിരുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, നിസ്സാരമായിരിക്കുന്ന ഒരു രാഹുകാലത്തെ പോലും ജയിപ്പാനും കഴിഞ്ഞില്ല. എന്നിട്ടും ഓരോ വർഷം കഴിയുന്തോറും ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളും മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ക്രിസ്തീയ മതമാകട്ടെ ഹിന്ദു മതമാകട്ടെ, നമ്മൾ പാരമ്പര്യപ്രകാരം ചെയ്യുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, അല്ലെങ്കിൽ എന്നെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും വിഷു ഞങ്ങൾ ആചരിച്ചിരുന്നു, ഓണം ഞങ്ങൾ ഘോഷിച്ചിരുന്നു, അതിനോടനുബന്ധിച്ച കർക്കിടവാവിന് ബലികൾ ഞങ്ങൾ ഇട്ടിരുന്നു, അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ ഉത്സുകരായിരുന്നു. പക്ഷെ രാഹുകാലത്തെ പോലും ഇന്നും ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഈയിടെ ഇങ്ങനെയുള്ള യാത്രാ മധ്യത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ അദ്ദേഹം ഒരു ചെറിയ കട നടത്തുകയാണ്. ഞങ്ങൾ കയറി അവിടുന്ന് സോഡ നാരങ്ങ വെള്ളമോ എന്തോ കുടിച്ചിട്ട് ഞാൻ ചോദിച്ചു, സഹോദര, ഇതെല്ലാം ചെയ്തിട്ടും ഇന്ന് രാവിലെയും രാഹുകാലം നോക്കിയല്ലയോ നീ കട തുറന്നത്? എന്തൊരു കഷ്ടമാണ്. ഇത് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, അത് ശരിയാണല്ലോ, ഇത്രയും ഞാൻ അധ്വാനിച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടും ഇന്ന് രാവിലെയും രാഹുകാലത്തിൻ്റെ സമയം നോക്കിയാണ് ഞാൻ എൻ്റെ കട തുറക്കുവാൻ വന്നത്. ആ സമയത്തിന് ഞാൻ കീഴടങ്ങിയിരിക്കുന്നു, അതെൻ്റെ മേൽ കർത്തൃത്വം ചെയ്യുന്നു. നമുക്ക് പ്രിയരെ, ആത്മാവിൽ നമുക്കൊരു സ്വാതന്ത്ര്യം നൽകി തരുവാൻ നമ്മുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാ മതങ്ങൾക്കും പൗരോഹിത്യമുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഈ പുരോഹിതന്മാർ ഓരോ വർഷം നമുക്ക് പുതിയ പുതിയ മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞ് നമ്മളില്ലാത്ത പണം മുടക്കി അത് ചെയ്ത് വയ്യാത്ത ശരീരം കൊണ്ട് നമ്മൾ ഓടി അലഞ്ഞ് അധ്വാനിച്ചിട്ടും തിരിച്ചു വരുമ്പോഴും തഥൈവ തന്നെ. ഇതല്ലേ പ്രിയരെ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ? ജനിച്ച് അതേ അനുഭവത്തിലോ അതിനേക്കാളും കഷ്ടകരവും പാപകരമായിരിക്കുന്ന അനുഭവത്തിലോ നമ്മൾ മരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം വ്യർത്ഥമായിട്ട് തീർന്നിരിക്കുന്നു. നോക്ക് പ്രിയരെ, ഒരുവനൊരു ബിസിനസ് തുടങ്ങി. അവൻ തുടങ്ങിയപ്പോൾ വളരെ തുച്ഛമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വളരെ സമ്പത്ത് കൊണ്ടോ അത് തുടങ്ങി. അവൻ്റെ ബിസിനസ് കോടിക്കണക്കിന് ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ്സായിട്ട് വളർന്നു. അവൻ യൗവനത്തിൽ വളരെ ഉന്നത ഭാവത്തിലും ഗൗരവത്തിലും ജീവിച്ചു. തൻ്റെ സമ്പത്ത് കൊണ്ടും തൻ്റെ ആ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് അവൻ മുമ്പോട്ട് പോയെങ്കിലും പതിയെ അത് ക്ഷയിച്ച് അവൻ മരിക്കാറാകുന്ന സമയം കടബാധ്യതകൾ മാത്രമേ ഉള്ളെങ്കിൽ, മരിക്കുമ്പോൾ കടത്തിലാണ് അദ്ദേഹം മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വട്ടപൂജ്യം തന്നെ. അതല്ലേ പ്രിയരെ ശരി? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വരുന്നത്, ഈ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത വ്യർത്ഥവും പിതൃപാരമ്പര്യങ്ങളെയും വിട്ടുകളഞ്ഞ് ആരാണ് എനിക്ക് പാപമോചനം നൽകി തരുന്നത്, ഇന്ന് ഞാൻ മരിച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ അന്വേഷിപ്പിൻ, എങ്കിൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, യാചിപ്പൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അതേ പ്രിയരെ, എനിക്ക് ഒരു പാപമോചനം ആവശ്യമാണ്. ഞാൻ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ, ഇന്നോ നാളെയോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യദൈവത്തോടു കൂടെ ജീവിപ്പാൻ കഴിയത്തില്ല, സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല. നോക്ക് പ്രിയരെ, മരിച്ചുപോയ മനുഷ്യരുടെ കല്ലറകളിൽ ക്രിസ്തീയ മതപുരോഹിതന്മാർ ധൂപ പ്രാർത്ഥന ചെയ്യുന്നു. അത് 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്നു. പിന്നെ വർഷാവർഷം എന്താണ് അവിടെ തിരികൊളുത്തുന്നു. ഹിന്ദുവായിരുന്ന എൻ്റെ ജീവിതത്തിലും പല വലിയ കാര്യങ്ങളുണ്ട്. മരിക്കുമ്പോഴും എല്ലായ്പ്പോഴും അടിയന്തരവും സഞ്ചയനവും ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. എന്നിട്ടും എല്ലാ വർഷവും ഞങ്ങൾ കർക്കിടക ബലിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും എന്താണ്, മരിച്ചുപോയ ആത്മാവ് ദൈവത്തിലേക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിരുന്നതുമില്ല. അപ്പോൾ ഇത് പ്രവാചകൻ വിളിച്ചു പറയുന്നു, അപ്പമല്ലാത്തതിൻ്റെ ദ്രവ്യവും അപ്പമല്ലാത്തതിൻ്റെ ദ്രവ്യവും നിങ്ങൾക്ക് പ്രയത്നഫലം നൽകി തരുവാൻ കഴിയാത്തതിന് വേണ്ടി പ്രവർത്തിക്കുന്നതും എന്തിന്? അങ്ങനെയാണെങ്കിൽ നോക്ക് പ്രിയരെ, ഇന്നവരെ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും പണം മുടക്കിയതും വെറുതെയാണ്. നമുക്ക് ആ പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ശരീരമെങ്കിലും പുഷ്ടിപ്പെടുത്താമായിരുന്നു. ആ പണത്തിന് നമുക്ക് നല്ലൊരു വീട് പണിഞ്ഞ് നമുക്ക് ജീവിക്കാമായിരുന്നു. എൻ്റെ അമ്മാവനൊരു കർമ്മിയായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പൻ്റെയും പിതൃ തർപ്പണങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചത്. അതിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു തന്ന അദ്ദേഹമാണ്. അവരോടുള്ള ഭക്തിയിൽ അന്ന് ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല. അവർ വല്ലവിധേനയും ദൈവത്തിൽ ചെല്ലട്ടെ എന്ന് കരുതി എന്നെ കൊണ്ട് അദ്ദേഹം പണമെല്ലാം കടമെടുപ്പിച്ച് 10,000 കണക്കിന് രൂപയുടെ കർമ്മങ്ങൾ ചെയ്യിച്ചു.
എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കർമ്മങ്ങൾ ചെയ്ത എൻ്റെ സ്വന്തം അമ്മാവനായിരിക്കുന്ന ഈ വ്യക്തിയുടെ അടുക്ക് ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ചെന്ന് സുവിശേഷം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എടാ മരിച്ചതിന് ശേഷം ഒന്നുമില്ല, അത് പഞ്ചവായുവിൽ ചേരുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മാവൻ എപ്പോഴൊരു കള്ളനില്ലയോ? ഇത് പഞ്ചവായുവിൽ ചേർന്നതിന് അമ്മാവനെതിരെ ഇത്രയും പണം മുടക്കി കർമ്മങ്ങളൊക്കെ ചെയ്തത് അതങ്ങ് പഞ്ചഭൂതത്തിൽ ലയിച്ചോളുമായിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അമ്മാവനൊന്നും മിണ്ടിയില്ല. അവസാനം അമ്മാവൻ മരിച്ചു. അമ്മാവൻ മരിച്ചപ്പോൾ അമ്മാവൻ്റെ ബോഡി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയാണ് ദഹിപ്പിക്കുവാൻ. അപ്പോഴിത് അദ്ദേഹത്തിൻ്റെ മകന് ഓടി വന്നിട്ട് പറഞ്ഞ്, നിൽക്ക്, എന്തു പറ്റി? അല്ല, രാഹുകാലം കഴിഞ്ഞിട്ടില്ല, അതിനുശേഷമേ അമ്മാവൻ്റെ ശരീരം പുറത്തേക്ക് എടുപ്പാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. നോക്ക് പ്രിയരെ, ഇത്രയും കർമ്മം ചെയ്താൽ എൻ്റെ അമ്മാവിന് പോലും അവനെ ദഹിപ്പിക്കാൻ പോലും രാഹുകാലം നോക്കേണ്ട ഗതികേടിലാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താ? ആരെയും പരിഹസിക്കല്ല, നിങ്ങൾ ചിന്തിക്കണം പ്രിയരെ. നാം ഇങ്ങനെയാണ് നമ്മുടെ യാത്ര തുടരുന്നുവെങ്കിൽ നാം മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? ദൈവം ഒരുവനത്രയേ ഉള്ളൂ. ആ ദൈവം വിശുദ്ധനാണ് പ്രിയരെ. അവനിൽ പാപമില്ല പ്രിയരെ. പാപിയായിരിക്കുന്ന മനുഷ്യരായിരിക്കുന്ന നമ്മുടെ പാപങ്ങൾ മുഖാന്തരം നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മയിലേക്ക് വരുവാൻ കഴിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രസംഗം മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിൻ. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് ഉറപ്പുള്ള സകല ജാതി മതസ്ഥരുമായിട്ടുള്ളവരെ, നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന സത്യദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അവൻ്റെ രക്തത്തിലുള്ള പാപമോചനം നിങ്ങൾ കേട്ടുകൊള്ളുവിന്.